യേശു ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം വളരെ സുപരിചിതമാണ്. ശിമോനായ പത്രോസെ, നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. പത്രോസിന് യാതൊരു സംശയവുമില്ല. അല്പം ധാർഷ്ട്യത്തോടെ, ധൈര്യത്തോടെ ശിമോൻ പത്രോസ് പറയുന്നു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം വള്ളവും വലയും വിട്ട്, തന്റെ ഉപജീവന മാർഗവും വിട്ട് കഴിഞ്ഞ 3-3.5 വർഷക്കാലം ഈ യേശുവിന്റെ പുറകെ സഞ്ചരിച്ചതാണ്. പട്ടിണിയും അരപ്പട്ടിണിയുമായി ഈ യേശുവിന്റെ കൂടെ സഞ്ചരിച്ചതാണ് ശിമോൻ പത്രോസ്. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം യേശു വീണ്ടും ഈ ചോദ്യം പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. ശിമോൻ പത്രോസെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പോൾ ശിമോൻ പത്രോസിന് ആ പഴയ ഉറപ്പൊന്നുമില്ല. ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആദ്യം പറഞ്ഞ ഉറപ്പ് രണ്ടാമത്തെ ചോദ്യത്തിൽ പത്രോസിന് ഇല്ലായിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മളുടെ സ്നേഹത്തിന്റെ പ്രകടനമാണ് എന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, അല്ലേ? നമ്മൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, പറയാറുണ്ട്, അല്ലെ? കുടുംബത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്, ജോലി ചെയ്യുന്നത്, നമ്മൾ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ കുടുംബത്തിലുള്ള ആളുകളുടെ സ്നേഹത്തിന്റെ സന്ധാരണത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലേ? ഇടവക ചുമതലക്കാരാണെങ്കിൽ ഇടവകയുടെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി പലപ്പോഴും എടുത്തു പറയാറുണ്ട്. ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ രാത്രിയിൽ ഉറക്കളയ്ക്കുന്നുണ്ട്, ഉറക്കളച്ച് കണക്ക് നോക്കുന്നുണ്ട്, അല്ലേ? എന്റെ സമയം ഞാൻ അതിന് നീക്കി വെക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടാം. കുറച്ചു നേരത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യേശു ഇതേ ചോദ്യം തന്നെ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. ശിമോൻ പത്രോസെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോ പത്രോസിന് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ടുള്ള ധൈര്യമില്ല. സ്നേഹിക്കുന്നുണ്ട് എന്ന് പത്രോസ് അന്നേരം പറഞ്ഞില്ല. മറിച്ച് എന്താ പത്രോസ് പറഞ്ഞത്? കർത്താവേ, നീ അറിയുന്നു. പത്രോസ് വാവിട്ട് കരഞ്ഞ് തല കുമ്പിട്ട് നിന്ന് യേശുവിനോട് പറയുകയാണ്, നീ അറിയുന്നു, യു നോ ഓൾ തിങ്സ്. കുറച്ചുകൂടി ആഴമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ലവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹെയ്റ്റ്. സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് വെറുപ്പാണ്, അല്ലെങ്കിൽ ഹെയ്റ്റ് ആണ്, വിദ്വേഷമാണ് എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? എന്നാൽ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് ഹെയ്റ്റോ വെറുപ്പോ വിദ്വേഷമോ അല്ല, ഇഷ്ടമാണ്. സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് ഇഷ്ടമാണ്. ലവ് ഈസ് എ പെയിൻഫുൾ എക്സോഡസ്. സ്നേഹം എന്ന് പറയുന്നത് വേദനാജനകമായ ഒരു പുറപ്പാടാണ്. കുറച്ചുകൂടി ഇത് വിശദമായി നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ, സ്നേഹം എന്ന് പറയുന്നത് ഉപാധികളില്ലാത്തതാണ്. ഉപാധികളില്ലാത്ത സ്നേഹമാണ് സ്നേഹം. ഇഷ്ടത്തിന് ഉപാധികളുണ്ട്. ഉപാധികളോട് കൂടിയാണ് ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്വഭാവവും ഇഷ്ടം എന്നുള്ളത് ഒരു വികാരവുമാണ്. മാതാപിതാക്കള് കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ഈ എക്സാമിനേഷന് 90% മാർക്ക് മേടിച്ചാൽ നിനക്ക് ഞാൻ എന്ത് ചെയ്യാം, ഐഫോൺ മേടിച്ചു തരാം, അല്ലെങ്കിൽ സൈക്കിൾ മേടിച്ചു തരാം. പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ആരോടും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട് എന്നാണ്
ചിരിക്കുന്ന മാതാപിതാക്കളുടെ മുഖത്തു നിന്നും എനിക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നത്. എന്നാൽ പരീക്ഷയ്ക്ക് തോറ്റു വന്ന, മാർക്ക് കുറഞ്ഞു വന്ന മകനോടോ മകളോടോ നമ്മൾ പറയുമോ, വേഗം റെഡിയാകും, നമുക്ക് പോയി ബിരിയാണി കഴിക്കാമെന്ന്? ഇല്ല. കാരണം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ചില നിബന്ധനകളുടെ പുറത്താണ്. നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും നിബന്ധനകളുടെ പുറത്താണ്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം പോലും അങ്ങനെയുള്ളതാണ്. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെയും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ലിലിമാമ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നോട് എനിക്ക് ഈ പ്രസംഗിക്കുവാനായിട്ടൊക്കെ അവസരം തരുന്നത്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അല്ലേ? അത് നമ്മുടെ പഴഞ്ചൊല്ലിൽ ഉള്ള ഒരു പ്രയോഗമാണ്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കഥയാണ് ഓ ഹെൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറയുന്ന കഥ. അതില് നവദമ്പതികളായ ഡെല്ലിയും ജിമ്മിനെയും നമുക്കറിയാം. കേട്ടിട്ടുണ്ടോ ഈ കഥ? അറിയത്തില്ലേ? ഓ ഹെൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി. ഇതില് ഡെല്ലിയും ജിമ്മും വളരെ ദരിദ്രരായ നവദമ്പതികളെ. അവർക്ക് ക്രിസ്തുമസിന് ഒരു സമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു. പക്ഷെ അവരുടെ കയ്യിൽ പണമില്ല സമ്മാനം മേടിക്കുവാനായിട്ട്. ഡെല്ലയ്ക്കാണെങ്കിൽ അഴകാർന്ന നീളമുള്ള കാർക്കൂന്തലുണ്ട്. ജിമ്മിനാണെങ്കിൽ ആകെയുള്ളത് കൈവശമായിട്ടുള്ളത് സ്ട്രാപ്പ് പൊട്ടിയ ഒരു റിസ്റ്റ് വാച്ചാണ്. അപ്പം ജിം ആലോചിച്ചു, ഞാൻ എന്ത് ഡെല്ലയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തു? ആദ്യത്തെ ക്രിസ്മസ് ആണ്. ജിമ്മിന്റെ കയ്യിൽ പണമില്ല. ജിമ്മിന്റെ വാച്ച് വിറ്റ് ഡെല്ലയുടെ മുടിയിൽ ചൂടുവാനായിട്ടുള്ള ഒരു കോമ്പ് മേടിച്ചു. അതുപോലെ തന്നെ ഡെല്ല ചിന്തിച്ചു, ഞാൻ എന്താണ് ജിമ്മിന് വേണ്ടിയിട്ട് ഈ ക്രിസ്മസിന് സമ്മാനമായി നൽകേണ്ടത്? ഡെല്ല തന്റെ മനോഹരമായ നീളമുള്ള അഴകാർന്ന മുടി മുറിച്ച് വിറ്റ് ജിമ്മിന് മനോഹരമായ ഒരു പ്ലാറ്റിനം ചെയിൻ അവന്റെ വാച്ചിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. നമുക്ക് ഈ കഥയിൽ നമുക്കറിയാം, പരസ്പരം അവർക്കുണ്ടായിരുന്നതിനെ നഷ്ടപ്പെടുത്തിയാണ് അവര് സമ്മാനം മേടിച്ചത്. നഷ്ടപ്പെടുത്തുന്നതാണ് സ്നേഹം. സ്നേഹം നഷ്ടപ്പെടുത്തുന്നതാണ്. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് തനിക്ക് എത്രയും പ്രിയപ്പെട്ട തന്റെ പ്രിയ പുത്രനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചത്. നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ടോ എന്നെങ്ങനെ അറിയാം? മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ടോ എന്നെങ്ങനെ അറിയാം? നമ്മുടെ പങ്കാളിക്ക് നമ്മളോട് സ്നേഹമുണ്ടോ എന്നെങ്ങനെ അറിയാം? ഉണ്ടോ? നിങ്ങളൊക്കെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പം ആദ്യം പറഞ്ഞപ്പം പറഞ്ഞു സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരാഴ്ച മുമ്പ് പോയി എന്റെ ബ്ലഡ് കൊടുത്തു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവര് 6 ട്യൂബിലായിട്ട് അവര് ബ്ലഡ് എടുത്തു. എല്ലാത്തിനും ടെസ്റ്റ് ഉണ്ട്. ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ലിവറിന്റെ ഫംഗ്ഷൻ ശരിയാണോ, കിഡ്നി ഫംഗ്ഷൻ ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഇനി അടുത്ത ആഴ്ച വരും. അതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. വളരെ സിമ്പിൾ ടെസ്റ്റാണ്. എന്താണ് ആ ടെസ്റ്റ്? അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അനുസരണമുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അനുസരിക്കുന്നുണ്ടെങ്കിൽ സ്നേഹമുണ്ട്, അനുസരിക്കുന്നില്ല എങ്കിൽ സ്നേഹമില്ല. കുഞ്ഞുങ്ങൾക്ക് സ്നേഹമുണ്ടോ? അപ്പനോടും അമ്മയോടും ഒക്കെ ഉണ്ടോ? ഉണ്ടോ? അനുസരിക്കുന്നുണ്ട്. പപ്പ സമ്മതിക്കൂ? പപ്പായും മമ്മിയും സമ്മതിക്കൂ?
അനുസരണക്കേട് സ്നേഹമില്ലായ്മയാണ്. ഇനി സ്നേഹക്കുറവുണ്ടോ എന്നെങ്ങനെ അറിയുന്നത്? ഇപ്പൊ സ്നേഹം ഉണ്ടായിരുന്നു അല്ലേ? നേരത്തെ സ്നേഹം ഉണ്ടായിരുന്നു. ഇനി സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയാനുള്ള ടെസ്റ്റുണ്ട്. അതെന്താ? നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പട്ടിക നിരത്തുന്നുണ്ടെങ്കിൽ സ്നേഹക്കുറവാണ്. ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത്, ഞാൻ രാത്രിയിൽ ഉറക്കളച്ച് വന്നിട്ടാണ് രാവിലെ ഡ്രൈവ് ചെയ്ത് നിങ്ങളെയൊക്കെ ഓരോ സ്ഥാനത്ത് സ്കൂളിൽ കൊണ്ടുവിടുന്നത്, ഡ്യൂട്ടിക്ക് കൊണ്ടുവിടുന്നത്, ഞാൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയാണ്, എന്റെ അധ്വാനവും എന്റെ ഇതുമെല്ലാം ഞാൻ വ്യയം ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയാ, നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയാ എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ആ ലിസ്റ്റ് നിരത്തുമ്പോൾ അവിടെ സ്നേഹക്കുറവ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ. എന്നാൽ നമ്മുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഇതൊന്ന് പോയി നോക്കിക്കേ. അന്ന് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും വളരെ രുചികരമായി നമുക്ക് ഫീൽ ചെയ്തിരുന്ന ഭക്ഷണമാണ്. ഇന്ന് അത്രയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? രുചികരമായി നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ രുചികരമായി തോന്നുന്നില്ല എങ്കിൽ നമുക്ക് സ്നേഹക്കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാനുള്ള ടെസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ, അനുസരണമുണ്ടോ എന്നുള്ളതാണ് അല്ലെ? അനുസരിക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. നമ്മുടെ ഈഗോ അതിന് നമ്മളെ സമ്മതിക്കത്തില്ല. അനുസരിക്കാൻ നമ്മുടെ ഈഗോ നമ്മളെ സമ്മതിക്കുകയില്ല. നമ്മുടെ അറിവ്, നമ്മുടെ അനുഭവം അത് നമ്മളെ സമ്മതിക്കുകയില്ല. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു അല്ലെ? എന്താ പരീക്ഷിച്ചത്? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഹോമയാഗം കഴിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അനുസരണത്തിലൂടെ അബ്രഹാം ദൈവത്തെ എന്ത് ചെയ്തു? തോൽപ്പിച്ചു. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുസരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി, ഇവിടെ ഇരുന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കണ്ട. അനുസരണത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനുസരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇഫ് യു ഒബേ യു വിൽ ബി ബ്ലെസ്ഡ്. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ അനുസരണത്തിന്റെ കഥയാണ്. ആദ്യ പാപത്തിന്റെ കഥ എന്താണ്? അനുസരണക്കേടിന്റെ. വേദപുസ്തകത്തിൽ ഉടനീളം നാം പരിശോധിച്ചാൽ നമുക്ക് കാണുന്നത് അതാണ്. അനുസരണക്കേട്, അനുസരിക്കുന്നവരെ കുറിച്ച് അല്ലേ? വീരാൻകുട്ടി മാഷിന്റെ ഒരു കവിതയുണ്ട്, വളരെ ചെറിയൊരു കവിതയാണ്. ഇതൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ നമ്മളുടെ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. മഴയത്ത് ഒരില ചൂടി പോകുന്നു രണ്ടുപേർ. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്നറിയാനാകും? അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാനാകും? കൂടുതൽ നനയുന്നത് ആരെന്ന് നോക്കിയാൽ മതി. കൂടുതൽ നനയുന്നത് ആരെന്ന് നോക്കിയാൽ മതി. രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു. അവരിൽ ആർക്കാണ് കൂടുതൽ പ്രണയമെന്ന് എങ്ങനെ അറിയാനാകും? അവരിൽ ആർക്കാണ് കൂടുതൽ പ്രണയമെന്ന് എങ്ങനെ അറിയാനാകും? അപ്പത്തിന്റെ ചെറുപാതിക്കായി തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി. അപ്പത്തിന്റെ ചെറുപാതിക്കായി തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി. തങ്ങളിലെ സ്നേഹത്തെ പ്രതി തർക്കിക്കുന്ന രണ്ടുപേർ, അതിലേറ്റവും പ്രണയം ആർക്കെന്ന് അറിയുവാൻ എന്തു വഴി? കാത്തിരിക്കുക. തോൽക്കുന്നത് ആരെന്നറിയുവാൻ കാത്തിരിക്കുക. അവരിൽ തോൽക്കുന്നത് ആരെന്നറിയാൻ കാത്തിരിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതം സഫലമാകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ്. രണ്ട് കാര്യങ്ങളാണ് എന്ന് പറയുവാനായി ശ്രമിച്ചത്. ഒന്ന്, നഷ്ടപ്പെടുത്തുന്നതിലൂടെയാണ് സ്നേഹമാകുന്നത്. സ്നേഹം
വേദനാജനകമായ ഒരു പുറപ്പാടാണ്. ലവ് ഈസ് എ പെയിൻഫുൾ എക്സോഡസ്. സ്നേഹത്തിന്റെ വിപരീതം ഇഷ്ടമാണ്. സ്നേഹം എന്നത് ഒരു സ്വഭാവവും ഇഷ്ടമെന്നത് ഒരു വികാരവുമാണ്. അനുസരിക്കുന്നതാണ് സ്നേഹം. അനുസരണക്കേട് സ്നേഹ നിരാസമാണ്. If you obey, you will be blessed. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ പകൽക്കാലം കൂടുതൽ നനയുന്നതിലൂടെ, തോൽക്കുന്നതിലൂടെ, വിട്ടുകൊടുക്കുന്നതിലൂടെ, കാത്തു നിൽക്കുന്നതിലൂടെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നൽകുന്നതിലൂടെ, മാറിക്കൊടുക്കുന്നതിലൂടെ, വഴിമാറിക്കൊടുക്കുന്നതിലൂടെ ഈ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സഫലമാക്കി തീർക്കാം. കർത്താവായ യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാം. ക്രിസ്തുവിൽ നമുക്ക് വളരാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.